ചിന്തയോടുകൂടിയും പഠിക്കുവാനുള്ള ചിന്തയോടുകൂടെ നല്ലൊരു മനസ്സോട് വ്യക്തികൂടിയാണ് ഒരു പ്രിയപ്പെട്ട രക്ഷിതാക്കള്, കർമ്മോത്സവമായ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങൾ, ഈ ശബ്ദം കേൾക്കുന്ന നല്ലവരായ ശ്രോതാക്കൾ, എല്ലാ സുഹൃത്തുക്കളും വ്യക്തികൂടുകയും ഞാൻ പറയുന്നതിന് കേൾക്കുന്നതിനൊക്കെ സ്വാധീനമായി നമുക്ക് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കളും ഉസ്താദുമാർ നമ്മുടെ ബന്ധപ്പെട്ടവർ, നമ്മെ സഹായിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മോട് സഹകരിച്ചവർ, യോഗം ദിവസിച്ചവർ എല്ലാവരെയും ഒരുപാട് സ്വർഗീയലോകത്തെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതൊക്കെ നബിയുടെ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനിക്കുക. ഇന്ന് കൂടുതലായി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. സംഘാടകർ തുടങ്ങി വെച്ചാൽ ബാക്കി വിശാലാത്മായ പോയിട്ടുള്ള ദിവസം മറ്റു സഹിതം തന്നെ എല്ലാ കാര്യങ്ങളും പറയാമെന്നാണ് നമ്മൾ സംഘാടകർ അറിയിച്ചിട്ടുള്ളത്. കാരണം ഈ സാഹചര്യത്തിൽ എപ്പോഴും എപ്പോഴും കാണാനും ഇത് ഓപ്പറേറ്റ് ചെയ്യാനും ഒക്കെ പ്രയാസമുള്ളതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇത് പിന്നീട് പറയാം. മഴ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്ലാഹു നമുക്ക് നൽകുന്ന ഒരു അനുഗ്രഹമാണ്. കഴിഞ്ഞ ഈ വർഷങ്ങളിലൊക്കെ ഈ സമയത്ത് മഴയില്ലാതെയായിരുന്നു കഷ്ടപ്പെട്ടിരുന്നത്. നമ്മുടെ പരിപാടിക്ക് ചെറിയൊരു പ്രയാസമുണ്ടെങ്കിലും മഴയെ ആക്ഷേപിക്കാനോ ക്ഷമിക്കാനോ ഒന്നും തന്നെ പാടില്ല. അല്ലാഹു നമുക്ക് ധാരാളം നിയമത്തും റഹ്മത്തും ചെയ്യുമാറാവട്ടെ. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു പരിപാടി വീണ്ടും സംഘടിപ്പിക്കാനുള്ള സാഹചര്യത്തെക്കുറിച്ചെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. ബഹുമാനായ ശൈഖുനാ കോയത്ത് ഉസ്താദ് ഇവിടെ വന്ന് ഒരു മജ്‌ലിസുൽ നൂർ സംഘടിപ്പിച്ചപ്പോൾ വളരെ അഗാധ ജ്ഞാനത്തിനും ഇടങ്ങളിലും സൂഫിയുദ്ധനുമായ ശൈഖുനാ കോയത്ത് ഉസ്താദ് ആ മഹാനവറുകളെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിൽ പ്രകോപിതരായിക്കൊണ്ട് ചില ആളുകൾ ഒരു പരിപാടി നടത്തുകയും ബഹുമാന്യായ കോയത്ത് ഉസ്താദ് ഉൾപ്പെടെയുള്ള നമ്മുടെ നേതാക്കന്മാരെയും ഉസ്താദുമാരെയൊക്കെ വളരെ മോശമായി കണ്ടു ചിത്രീകരിക്കുകയും നമ്മുടെ ആദർശത്തെ ചോദ്യം ചെയ്ത സമയത്താണ് നാം ഒരു മറുപടി ഇവിടെ വെക്കേണ്ടത്. എല്ലാം നമ്മളായിട്ട് തുടങ്ങിയ ഒരു പരിപാടിയല്ല. ഈ നാട്ടിൽ പ്രശ്നമുണ്ടാക്കുകയും നമ്മുടെ ആലിമയെ ആക്ഷേപിക്കുകയും നമ്മുടെ ആദർശത്തെ ചോദ്യം ചെയ്തപ്പോൾ അത് തിരിപ്പിക്കൊടുക്കുന്ന നമ്മുടെ ബാധ്യത എന്നോണമാണ് നാം കഴിഞ്ഞൊരു പരിപാടി പ്രവർത്തിച്ചത്. ആ പരിപാടിയിൽ നാം ഓരോ കാര്യങ്ങളുടെ ക്ലിപ്പിംഗ് സഹിതം കേൾപ്പിക്കുകയും അവരുടെ പ്രോഗ്രാമിൽ പറഞ്ഞ കാര്യങ്ങളെ അക്ഷമിട്ട് മറുപടി പറയുകയും ചെയ്യും. പക്ഷേ നമ്മളുടെ പറഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരക്ഷരമുണ്ടാൻ മറുഭാഗത്തിന് കഴിഞ്ഞില്ല. ഏതാനും ചില തട്ടിപ്പുകൾ നടത്തി പോവുകയാണ് ചില തട്ടിപ്പുകൾ നടത്തി പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. അതിനിടക്ക് പ്രവർത്തകന്മാർ മക്കറ്റുമായിട്ട് വരുന്നുണ്ട്. മലയാളികൾ ചെലവിന് കുറവുണ്ടാവില്ല. എല്ലാവരും കഴിയുന്നത്ര പ്രവർത്തകന്മാരെ സാമ്പത്തികമായി സഹായിക്കണം. അവരെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. അവരെ സഹായിക്കണം. എല്ലാവരും സഹായിക്കണം. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണം. അങ്ങനെ പരിപാടിയുമായിട്ടുള്ളവർ കടന്നുകൊണ്ടിട്ടുണ്ട്. നാം ഈ പരിപാടി ഇനിയും തുടരണ്ട എന്നതൊക്കെ നമ്മുടെ സംഘാടകർ അവരെ സമീപിച്ചു. നമ്മുടെ ഈ വിഷയം നമുക്ക് നേരിട്ട് ചർച്ചയാവാം. ഒരു സംവാദമാണ്. ആ സംവാദത്തിലെ പ്രശ്നത്തിന് പരിഹാരമാണ് എന്ന് പറഞ്ഞിട്ട് കത്തുമായിട്ട് ചെന്നപ്പോൾ കത്ത് വാങ്ങാൻ പോലും എനിക്ക് അസിസ്റ്റപ്പെടുത്തി സാധിച്ചു. ഒരാളത്തിലും ഒരാൾ പറയും ഞാനല്ല മറ്റവനാണ്, മറ്റാൾക്കെല്ലാം പറയും ഞാനല്ല മറ്റാളാണ്. എങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാം നാം സംശയം ചോദിക്കാൻ അവസരം കൊടുത്തു. കുറെ നേരം നമ്മളിവിടെ അവരെ കാത്തിരുന്നു. പക്ഷെ ഒരാളും വന്നില്ല.
അവരിവരുടെ എത്തിയപ്പോഴോ ഇടക്കിടക്ക് ഇവിടെ വന്ന അരിയൂരിക്കാരൻ സഖാവി പറഞ്ഞെന്താ, ഇവിടെ ചോദിക്കാൻ അവസരമൊന്നുമില്ല, ഞാൻ ചോദിക്കാൻ വന്നൊന്നുമില്ല, ചോദിക്കാൻ മറുപടി പറയാൻ വേണ്ടി വന്നൊന്നുമില്ല, ഞാൻ പറയുന്നത് എല്ലാവരും കേട്ടോ. എനിക്ക് ഇപ്പൊക്കുന്ന കാര്യമില്ല, ചോദിക്കാൻ കഴിയില്ല. അദ്ദേഹം പറയാണ് ചോദിക്കാൻ പറ്റാൻ ഞാൻ പറഞ്ഞു കേട്ടോ. നോക്ക് നിങ്ങൾ ഇവരുടെ അധോഗതി എന്ന് പറഞ്ഞു. ഞാൻ എന്ത് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കാൻ തയ്യാറായിക്കൊള്ളാം, അതല്ലാതെ ഞാൻ പറയുന്ന വിഷയത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട ശിശുക്കാരാ, നിങ്ങളോട് സ്നേഹത്തോടെ ഞാൻ പറയണ്ടേ, നിങ്ങളെ നേതാവിന്റെ, നിങ്ങളെ പ്രഭാഷകന്റെ ആ പരിതാപകരമായ അവസ്ഥയെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു കാലത്ത് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞ് കേരളത്തിലുടനീളം ഓടി പ്രഭാഷണം നടത്തിയ ആളുകളെ ഉൾവലിഞ്ഞപ്പോഴാണ് ഈ പുതിയൊരു താരം ഉന്നയിച്ചത്. അയ്യൂരിക്കാരൻ നമ്മുടെ തൊട്ടടുത്തുകാരൻ സഖാഫി. പക്ഷെ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താ? ഒരാള് ചോദിക്കാൻ അറിയാമെങ്കിൽ പോലും മറുപടി പറയാൻ പോലും കഴിയാതെ എന്നിട്ട് അദ്ദേഹം ഇവിടെ കാര്യമായിട്ട് ചെയ്ത് പണിയെന്താ, എന്നെ കുറേയോട് പറയും. അത് നിങ്ങൾക്ക് എന്തുമാവാം, അതിനുള്ള മറുപടി പറയുന്നില്ല. വ്യക്തിപരമായ വിഷയങ്ങൾക്കൊന്നും തന്നെ നമ്മൾ മറുപടി തരാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇതിൽ അരിയുടെ സഖാഫിയും ഒരു മുസ്തഫ എന്നുള്ള പ്രശ്നമില്ല. ഇത് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. നമ്മളിവിടെ സംവാദങ്ങൾ വിളിച്ചു, അദ്ദേഹം അതിന് റെഡിയല്ല. നമ്മൾ മുഖാമുഖി വെച്ചു, അതിന് റെഡിയല്ല. അദ്ദേഹത്തിന് വേണ്ട അദ്ദേഹത്തിന്റെ വീട്ടുപോയി ഞാൻ പേര് കിതാബ് വെച്ച് കൊടുക്കുന്നു. അതിന് ഞാൻ മറുപടിയുണ്ടാകും, അങ്ങോട്ട് വന്നാൽ മതി, ഇൻഷാല്ലാഹ് അവിടെ നിന്ന് തരാം. അല്ല നിങ്ങൾ പറയുന്ന ആൾക്കാരൊക്കെ വീട്ടിൽ പോയിട്ട് കിതാബ് വായിച്ചുകൊണ്ട് വേണമെന്ന് നമുക്കില്ല. ഞാനതിന് അത്രേ പറയാൻ ആഗ്രഹിക്കുന്നു. ബാക്കിയുള്ളതൊന്നും വ്യക്തിപരമായ വിഷയമായതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ശൈലി അതല്ലാത്തത്, പറയാൻ അറിയാത്തത് കൊണ്ടോ പറയാൻ മേഖലയില്ലാത്തത് കൊണ്ടോ അല്ല, നമ്മുടെ ശൈലി, നമ്മുടെ പ്രസ്ഥാനം അതിനനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരം അദ്ദേഹത്തിന്റെ വിദഗ്ധമായ വാദങ്ങൾക്ക്, അതല്ലെങ്കിൽ മോശമായ പരാമർശങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും ഇപ്പോഴത്തെ സംവാദത്തിന് വേണം തയ്യാറായി നമ്മുടെ പ്രവർത്തകന്മാർ ഇവർ ഓരോരുത്തർക്കും ഞാനൊക്കെ ചോദിച്ചു, ആരെങ്കിലും തയ്യാറുണ്ടോ, കത്ത് വാങ്ങാൻ തയ്യാറുണ്ടോ? നമ്മുടെ കുട്ടികളെ വേദിവെക്കുന്ന ഒരാൾക്കിനോട് ഞാനല്ല, മറ്റേക്കൊന്നും ഞാനല്ല. ഇവിടെ SSF എല്ലാത്തിനും ആരെടുത്ത് പോയാലും കത്തൊന്ന് വാങ്ങാൻ പോലും തയ്യാറുള്ള, ധൈര്യമുള്ള, ആനന്ദമുള്ള ഒരു SSF പോലും ഇല്ലാതെയായിട്ട് നമ്മുടെ ഒറ്റ പ്രോഗ്രാം ഉണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ തുടരുന്നതാണ് കേൾക്കുന്നത്, തുടരട്ടെ. അങ്ങനെ തുടരുമ്പോൾ കാണാം ഇവിടുത്തെ SSFന്റെ ശരിയായ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയും. പിന്നെ എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ പ്രോഗ്രാമിനോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയിരുന്നു, അതിനെക്കുറിച്ച് അദ്ദേഹം മിണ്ടിയില്ല. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ പ്രോഗ്രാമിനെ ചൂണ്ടെന്ന് പറഞ്ഞു, എന്തിനാണ് സമസ്ത പുലർന്നത്? നിങ്ങൾക്ക് തുറന്ന് പറയാൻ കഴിയുമോ? മിണ്ടിയോ സഖാഫി വന്നപ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയത്, അദ്ദേഹം പറഞ്ഞു 89 പുലരാൻ കാരണമില്ല, 2000-ന് ശേഷം നാസർ ഫൈസി കൂടത്തായി മുജാഹിദിന്റെ എതിർപ്പും കൊടുത്തു. 1989 മുജാഹിദ് സമസ്ത പുലരാൻ കാരണം നാസർ ഫൈസി കൂടത്തായി 2000-ന് ശേഷം മുജാഹിദിന്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് അന്ന് സമസ്ത വന്നത്. ഇത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്. 89 പുലരാനുള്ള കാരണം 2000-ന് ശേഷമുള്ള കാര്യം. പിന്നെയോ നജ്മി സാഹിബ് സിയാഹന സമ്മേളനത്തിൽ പങ്കെടുത്തു, അതാണ് അന്ന് പുലരാനുള്ള കാരണം. ഞാൻ അന്നിവിടെ ചോദിച്ചിരുന്നു, നിങ്ങളെ കഴിഞ്ഞ പ്രസംഗത്തിൽ മഹാനായ ആ മഹാനെ കുറിച്ച് ഒരുപാട് പ്രസംഗിച്ചു പോയി. ഞാനന്ന് ചോദിച്ചിരുന്നു, ഷംസുൽ മഹാനാണെങ്കിൽ ഇവിടെ അന്ന് പ്രസംഗിച്ചു പോയ ഞാൻ അദ്ദേഹത്തിന്റെ ഇപ്പോൾ കേൾപ്പിച്ചിരുന്നു. ഷംസുലിനെ കുറിച്ച് പറയുന്ന ഞാനന്ന് ചോദിച്ചിരുന്നു, കറാമത്തുള്ള മഹാനായ ഒരു വലിയായ ശംസുലിനെതിരെ കേസ് കൊടുക്കുന്നതിന് വിധിയെന്ന. എന്റെ അരിയർക്കാരൻ സഖാഫി എന്റെ പ്രസംഗം കേട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള കാരണം എന്റെ പ്രസംഗത്തിന്റെ ചില ക്ലിപ്പുകൾ തുടർത്തിരുന്നു, അപ്പൊ എന്റെ പ്രസംഗം കേട്ടില്ലല്ലോ. എന്റെ സഖാഫി ഉണ്ടായിരുന്നത് ഞാനന്ന് ചോദിച്ചു, കേസ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇല്ലെന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഞാൻ കേസ് കൊടുത്ത ആളെ പേര് പറയാം, ഏത് കോടതിയിലെ ആ കേസ് കൊടുക്കുമെന്ന് പറയാം, ഏത് വർഷത്തിലാണ് കൊടുക്കുമെന്ന് പറയാം. എന്റെ സഖാഫി മിണ്ടാതെ പോയത് ഇതിനെക്കുറിച്ച് മിണ്ടാൻ കഴിയുന്നില്ല. അടുത്തത് ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, വഹാബ് സഖാഫിക്ക് ധൈര്യമുണ്ടോ ഇവിടെ സംവാദം നടത്താൻ? ഇവന് സഖാഫിയും പറഞ്ഞ് ഞങ്ങൾ സംവാദത്തിനില്ല, സംവാദത്തിന് തയ്യാറില്ല.
പിന്നെ ഞാൻ പറഞ്ഞു, മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് ഒരു നാടിനെ പ്രസംഗിച്ചത് പാറാട്ടെ വസ്തുമായി വേദികം കിട്ടിയെന്നാണ്. ഞാനിവിടെ 2-3 ചിത്രങ്ങൾ കാണിച്ചു. ഒന്ന്, സാക്ഷാൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സ്ത്രീകളുമായി കൊണ്ട് നേരിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സ്ത്രീകളുമായി കൊണ്ട് സ്ത്രീകൾ അടുത്ത് നിൽക്കുന്ന ഫോട്ടോ കാണിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ അറിയോ? അത് ഫത്തുൽമിൽ പറയുന്നതാണ്. ഈ ഭാരത്തിൽ വായിക്കേണ്ടവരുണ്ട്. ഫത്തുൽമയിൽ എവിടെയാണുള്ളത്? എന്തിനാ സക്കാഫി പാവം SSFയോട് എന്തൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാം? ആ ഇബാറത്തൊന്ന് വായിക്കണ്ടേ? ഏത് ഇബാറത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ആ സ്ത്രീകളുമായിട്ട് ഏറ്റുമുട്ടുന്നത്? പിന്നെ അടുത്ത ബുഖാരി തങ്ങൾ സ്ത്രീകളുമായിട്ടിരിക്കുന്ന ഫോട്ടോ ഞാൻ ഇവിടെ കാണിച്ചിരുന്നു. അതിന് മറുപടി പറഞ്ഞെന്താ? അത് ആസ്മിൽ പോയപ്പോൾ അവിടെ ഒരു അനിവാര്യ ഘട്ടത്തിലിരുന്നതാണ്. അപ്പൊ അനിവാര്യ ഘട്ടത്തിൽ കലീൽ ബുഖാരി തങ്ങൾക്കിരിക്കാം, പാണക്കാട് വന്നിരുന്നാണ് പ്രശ്നമുണ്ട്. മൂന്നാമതേറെന്ന് കാണിച്ചിരുന്നു മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി സ്ത്രീകളെ കയ്യും പിടിച്ചുകൊണ്ട് മനുഷ്യത്വങ്ങളെ കുറിച്ച് ഫോട്ടോ ഞങ്ങളോട് കാണിച്ചു. എന്താ അവരോട് പറഞ്ഞത്? മിണ്ടിയിലെ കുറിച്ച് പത്രമിന്റെ വാർത്തനെ പറയും, മുത്തസലീമി വാർത്തനെ പറഞ്ഞോളൂ. ഏത് കിതാബിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ നേതാവ് മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി സ്ത്രീകളെ കയ്യും പിടിക്കുന്നത്? മറുപടി പറഞ്ഞു. എന്തെങ്കിലും പറഞ്ഞു പോയിട്ടില്ല. പാണക്കാട്ടെ പെങ്ങന്മാരെ തൊലി പറയുമ്പോൾ ആലോചിക്കണം, അതിന്റെ കുരുത്തല്ലേ, അതിന്റെ കുറഞ്ഞത് ഫലമല്ലേ നിലനിൽക്കുന്നത്? നമ്മളിതിനെ കുറിച്ച് ചോദിച്ചു, ഒന്നും ഉണ്ടായില്ല. പിന്നെയോ ഇവിടെ ആദ്യത്തെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു സമസ്തന്റെ ആലിമ്യങ്ങൾക്ക് വിദ്യാർത്ഥികാരുമായിട്ടും ബന്ധമുണ്ട്. അതിന് മറുപടി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നോടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കുവൈത്തിൽ പോയിട്ട് മുജാഹിദിന്റെയും ജമാഅത്തെ ഇസ്ലാമിന്റെ നേതാക്കന്മാരെ അപ്പുറത്തും ഇപ്പുറത്തും നിർത്തിക്കൊണ്ട് വേദി പങ്കിട്ട ഫോട്ടോ ഞാൻ കാണിച്ചു. എന്റെ സഖാഫി മറുപടി കൊന്നാൽ ഒന്ന് പറയണ്ടേ? അങ്ങനെ സംഭവം ഉണ്ട്. എന്താ പറയാൻ കഴിയുന്നത്? മറുപടിക്കുന്ന വെറുതെ ഒന്ന് പോകല, മറുപടി വേണം. അങ്ങനെ സംഭവം അല്ലെങ്കിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഒരു ഭാഗത്ത് മുജാഹിദ് നിർത്തുന്നു, ഒരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമി നിർത്തുന്നു. എന്തിന്? ഈ സമുദായത്തിന്റെ ഈ ഉമ്മത്തിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടിയല്ല, സ്വന്തം കൃഷി നടക്കാൻ വേണ്ടി കുവൈത്തിൽ പോയിക്കൊണ്ട് ഒരു ഭാഗത്ത് മുജാഹിദ് നിർത്തുന്നു, ഒരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമി നിർത്തുന്നു. അതിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ കാണിച്ചു. വീഡിയോസ് എന്തെങ്കിലും ഒന്ന് നോക്കാം. അടുത്തത് ഞാൻ ചോദിച്ചു, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കൂടുതൽ ഭക്ഷണം കഴിച്ചു. ഇതേതിന്റെ അടിസ്ഥാനത്തിലാണ്? അന്ന് ഞാൻ അടുത്തൊന്ന് കൂടി ചോദിച്ചില്ല. കാന്തപുരത്തിന്റെ മരുമകൻ ഇസ്ലാമിന്റെ നേതാവ് ആരിഫിയുടെ കൂടെ സഫീഖസിന്റെ കൂടെ ഇരുന്നു. ഇതിന്റെ മാർമെന്നും എന്താണ് ചോദിക്കുന്നത്? എന്റെ സഖാഫിയും ഉണ്ടാതെ പോയത് SSFകാര ഒന്ന് ചോദിക്കേ. ഞാനൊന്ന് ചോദിക്കല്ലേ വിഷയങ്ങൾ എന്തിനെ കുറിച്ച് ഉണ്ടായിരുന്നത്? പറയാൻ കഴിയില്ല. ഇങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങൾ മാത്രമല്ല, നമ്മളെ കുറിച്ച് പറഞ്ഞു. നമ്മൾ ഈ ഫോട്ടോന്റെ എപ്പോഴത്തിന്റെ ആളുകൾ ആ സിനിമാക്കാരെ അനുസരിക്കുകയാണെന്നുള്ള പ്രസംഗിച്ചത്. ഞാനതിന്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ മറുപടി കൊടുക്കുന്നില്ല. ലക്ഷദ്വീപിൽ സിനിമക്കാർക്ക് വേണ്ടി പൃഥ്വിരാജിന്റെ കൂടെ ഷൂട്ടിംഗിന് ലക്ഷദ്വീപിലെ ഇവരുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിലെ കുട്ടികളെ ഷൂട്ടിങ്ങിന് വിട്ടു. ഏതടിസ്ഥാനത്തിലാണ് പൃഥ്വിരാജിന്റെ കൂടെ സിനിമ ഷൂട്ടിംഗ് പറഞ്ഞയച്ചു ചോദിച്ചു? ഇന്ത്യ നിങ്ങളിവിടെ വെറുതെ മറുപടി കൊണ്ടുപോയാൽ ചോദിച്ചിന് മറുപടി വെറുതെ വന്ന് പോക്കല്ല മറുപടി. അത് മറുപടിയാണ്. നിങ്ങളങ്ങനെ സംഭവമില്ലെന്ന് പറഞ്ഞേ. പൃഥ്വിരാജിന്റെ കൂടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ നിങ്ങളുടെ മദ്രസ സ്വാഗത പ്രസംഗത്തിൽ നിങ്ങൾ മദ്രസ ഉണ്ടാക്കുകയാണ്. എന്തിനാ മദ്രസ ഉണ്ടാക്കുന്നത്? സിനിമയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്യാൻ കുട്ടികൾ വിട്ടുകൊടുക്കുക. ഞാനൊന്ന് ചോദിച്ചു, വല്ലതും പറഞ്ഞു നിങ്ങളൊന്നും? വല്ല മറുപടിയും പറഞ്ഞില്ല. പിന്നെ ഞങ്ങളെ കുറിച്ച് പറഞ്ഞെന്താ? സമസ്തക്കാർക്ക് മുജാഹിദുമായിട്ട് സംവാദം നടത്താൻ കഴിയില്ല. ഞാൻ എന്റെ പ്രസംഗത്തിലെന്ന് പറഞ്ഞു, പേരാമരങ്ങൾ സംവാദം നടത്തി. അതിന്റെ ഫലം കണ്ടു. കേരള ചരിത്രത്തിൽ ഈ അടുത്ത കാലത്ത് നിങ്ങളൊട്ടേറെ സംവാദം നടത്തിയിട്ടുണ്ട്. ഞങ്ങളും സംവാദം നടത്തി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ സംവാദം കൊണ്ട് ഏതെങ്കിലും മുജാഹിദ് മണ്ഡലം സുന്നിയായിട്ടുണ്ടോ? നിങ്ങളുടെ സംവാദം കൊണ്ട് ഏതെങ്കിലും മുജാഹിദ് മണ്ഡലം സുന്നിയായിട്ടുണ്ടോ? എന്നാൽ അൽഹംദുലില്ലാ ഞങ്ങൾ സന്തോഷത്തോടെ പറയാൻ കഴിയും, അഭിമാനത്തോടെ പറയാൻ കഴിയും. ഞങ്ങൾ പേരാമ്പ്ര സംവാദം കഴിഞ്ഞപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രഭാഷകൻ അൽഹംദുലില്ലാ സമസ്ത കേരള ജമിയത്തുലമയുടെ മെമ്പറാകുന്നു, സുന്നിയായിട്ട് മാറുന്നു. എന്ത് പറഞ്ഞു നിങ്ങളതിനെ കുറിച്ച്? മിണ്ടിയോ നിങ്ങളതിനെ കുറിച്ച്? മിണ്ടാൻ കഴിയില്ല.
പിന്നെയോ നിങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ നേതാവ് നിങ്ങൾ ഇടയ്ക്ക് മണ്ണാർക്കാട് കൊണ്ടുവന്ന ആളാണല്ലോ, നിങ്ങളുടെ സ്വപ്നജീവിയായിട്ട് ഹൈവാറുൽ മനാമായിട്ട് അറിയപ്പെടുന്ന വ്യക്തി ആരെ? പകരക്കാരൻ ഹസനെ. അദ്ദേഹം പ്രസംഗിച്ച ക്ലിപ്പ് ഞാനിട്ടുണ്ട്. എന്തായിരുന്നു ആ ക്ലിപ്പിനുള്ളത്? ഉസ്താദ് അറിയാതെ അല്ലാഹുവോടൊന്നും ചെയ്യില്ല. ഞാൻ അന്ന് ചോദിച്ചത് സുന്നത്ത് ജമാഅത്താണോ, ഇത് സുന്നത്ത് ജമാഅത്തിന്റെ ആശയമാണോ? എന്തേ സഖാഫിയെ മിണ്ടാതെ പോയത്? ഒന്നുകിൽ ആണെന്ന് പറഞ്ഞുകൂടെ, അല്ലെങ്കിൽ അല്ലെന്ന് പറഞ്ഞുകൂടെ? എന്തേ മിണ്ടാതെ പോയത്? എന്ത് കാന്തവർ ഉസ്താദ് അറിയാതെ അല്ലാത്തവരൊന്നും ചെയ്യൂല. ഞാൻ അന്ന് ക്ലിപ്പിടെ കേൾപ്പിച്ചില്ലേ? വല്ലതും പറഞ്ഞോ നിങ്ങൾ? വല്ലതും പറഞ്ഞോ? മറുപടിക്ക് വന്നാൽ മറുപടി പറയണം. അടുത്തതോ ഞാൻ അന്ന് ചോദിച്ചു, നിങ്ങൾ ചില പ്രഭാഷണങ്ങളിലെ നഈമി ഫാറൂഖ് നഈമി അദ്ദേഹം വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീനിലെ ആയത്ത് തിരുമറി നടത്തി, ഇതിന്റെ വിധിയെന്താ? ഞാൻ അന്നിവിടെ ചോദിച്ചു, മിണ്ടിയോ നിങ്ങൾ? മിണ്ടാൻ കഴിഞ്ഞോ? നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞോ? മറുപടിക്ക് വന്നാൽ മറുപടി പറയണം സഹോദര. അതിന് കഴിയാത്ര പണിക്ക് നിൽക്കരുത്. എന്നെ കുറെ തെറി പറഞ്ഞതുകൊണ്ടോ ആക്ഷേപിച്ചതുകൊണ്ടോ കുറ്റപ്പെടുത്തതുകൊണ്ടോ സുന്നത്ത് ജമാഅത്തിന് മറുപടി ആവില്ല. അങ്ങനെയൊക്കെയാണെങ്കിൽ ഞങ്ങൾക്കിവിടെ എന്തൊക്കെ പറയേണ്ടത്? നിങ്ങളെ ഈ അയലൊക്കത്തെ സക്കാത്തുകളെ കുറിച്ചൊക്കെ ഞങ്ങൾ പറയാൻ പുറപ്പെട്ടൊക്കെ സുബ്ഹാന ജല്ല ജലാലു ദിവസങ്ങൾ അതിന് തന്നെ വേണ്ടിയിരുന്നു. എന്തിനാണ് സഹോദര അതൊക്കെ? അന്തസ്സുണ്ടെങ്കിൽ, അഭിമാനമുണ്ടെങ്കിൽ കുട്ടികളെ ചോദ്യത്തിന് മറുപടി എനിക്കിവിടെ തിരിയില്ല. ഈ ആയിക്കോട്ടെ, തിരിയാത്ത ഞാൻ ചോദിച്ചതിന്റെ മറുപടി തരാൻ കഴിയില്ലെങ്കിൽ തിരിയുന്ന ഞങ്ങൾ ഉസ്താദുമാർക്ക് ചോദിച്ചു എന്താ കേട്ട? ഞങ്ങൾക്ക് തിരിയില്ല. ഓക്കെ, സമ്മതിച്ചു. എന്നാ ഞാൻ സിദ്ദീഖ് സഖാഫിയോട് ചോദിക്കട്ടെ, തിരിയാത്ത ഞാനുമായിട്ട് സംവാദം തയ്യാറുണ്ടോ? റെഡിയാണോ? എന്നാ അതും നോക്കാൻ. പിന്നെയോ, പിന്നെ ഞാൻ ഇവിടെ ചോദിച്ച ചോദ്യങ്ങൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ തിരികേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു. മറുപടി പറയാൻ കഴിഞ്ഞോ താങ്കൾക്ക്? ആ കൂട്ടത്തിൽ ഞാനൊന്ന് പറഞ്ഞിരുന്നു. എന്താ? പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ജിഷാൻ മായോട് പറഞ്ഞൊരു വാക്കിനെ കുറിച്ച്. എന്താ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞത്? പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരും ജിഷാൻ മായും കൊണ്ട് ഫോൺ സംഭാഷണത്തിൽ ജിഷാൻ മാഹി പറഞ്ഞു, ഞാൻ എന്റെ കയ്യിലുള്ള മുടികൾ കത്തിച്ചപ്പോൾ അത് കത്തിപ്പോയി, കാന്തവൃസ്താദ് കത്തൂല എന്നല്ല പറയണത് എന്ന് പറഞ്ഞപ്പോ പൊന്മള കൊടുത്ത മറുപടി എന്താ? കാന്തവൃസ്താദ് കത്തൂല എന്ന് പറഞ്ഞെങ്കിൽ ഉസ്താദിനെനിക്ക് യോജിപ്പില്ല. റസൂലുള്ളാഹി തങ്ങളുടെ തിരികേശങ്ങൾ കത്തുന്നതാണ്. മുത്തനബിയുടെ തിരികേശം കത്തുന്നതാണ്. അതിന് കാരണം പറഞ്ഞ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് മുറിഞ്ഞുപോയി. ഖിയാമത്ത് നാൾ വരെ ശേഷിക്കുന്ന മുഅ്ജിസത്ത് അത് ഖുർആൻ മാത്രമാണ്. ഇത് എന്ത് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്? ഇത് ഞാനിവിടെ ഉദ്ധരിച്ചപ്പോ അതിന് ഞാൻ കുറച്ച് മറുപടി പറഞ്ഞു ഒപ്പിക്കേഷൻ. അത് പറഞ്ഞ മറുപടികളോ ഉള്ളു പൊട്ടത്തരായിരുന്നു. അയാൾ പറഞ്ഞു ഇത്തിക്കാലുണ്ട്. ഇത്തിക്കാലുണ്ടെന്ന് പറഞ്ഞ പോയ ഒരു മൂലരെ ആ ഇബാറത്ത് വായിക്ക്. ഒരു ഇത്തിക്കാൻ മാത്രം നോക്കി എങ്ങനെയാകും? ആ ഇത്തിക്കാൻ എന്ത് പറഞ്ഞു എന്ന് ഇമാമിങ്ങൾ വ്യാഖ്യാനിച്ചിട്ടില്ലേ? നിങ്ങൾ പറഞ്ഞു ഇത്തിക്കാൻ നോക്കിയെന്ന് അവർ പ്രശ്നം സംഭവിച്ചു പോയത്. എനിക്ക് ആ ക്ലിപ്പൊക്കെ ഇട്ട് കാണിക്കാനും ആഗ്രഹം. നമ്മൾ ഇതിന് പറ്റിയ സാഹചര്യമില്ലാത്തതെന്ന് ഞാനൊക്കെ പിന്നീട് കേൾപ്പിക്കാം. ഇത്തിക്കാലുണ്ടെന്നാണ് എന്ത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് മുറിഞ്ഞുപോയി. ഞാൻ ചോദിക്കട്ടെ, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞതിനെ കുറിച്ച് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാനുഷികമായ അവിടുത്തെ പ്രത്യേകതയായ ആ തിരികേശം കത്തുകയില്ല എന്നതിനെയാണ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ചോദ്യം ചെയ്തത്. അത്തരത്തിലുള്ള മുഅ്ജിസത്ത് മുറിഞ്ഞു പോകുമെന്ന് ഇത്തിഖാൻ കൊണ്ടെന്നല്ല, ലോകത്തുള്ള ഒരൊറ്റ കിതാബ് കൊണ്ടും തെളിയിക്കാൻ സഖാഫി താങ്കൾക്കല്ല, പൊന്മളത്തിന് സാധ്യമല്ല. കടിയങ്ങൾക്കതിന് ഞാൻ ഇബാറത്തുണ്ടാൻ കഴിയോ? ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരികേശം കത്തുകയില്ല എന്ന് ഞാൻ കിതാബ് കൊണ്ട് തെളിയിച്ചു തരാം. എത്ര ഇബാറത്ത് വേണം? എത്ര ഇബാറത്താണ് ഇതേതാ കിട്ടാന്നറിയോ? അറബി അയക്കാൻ അറിയുമെങ്കിൽ കടന്നു വന്നോ? വലിയ അസുഖങ്ങൾ കടന്നുവാ, വലിയ അസുഖങ്ങൾ കടന്നുവാ. അറബി വായിക്കാൻ അറിയുമെങ്കിൽ കടന്നുവാ. അതിന് ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയാം. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരികേശം കത്തുന്നില്ലെന്ന് മാത്രമല്ല, ആ തിരികേശം പിടിച്ച കൈ പോലും കത്തുന്നില്ല. ഞാൻ വായിക്കാം
ലോകത്തറിയപ്പെട്ട മഹാനായ മുസ്തശ്ശിർ അദ്ദേഹവുമായി കൊണ്ട് ബന്ധപ്പെട്ട കൊലയെക്കുറിച്ച് യുദ്ധത്തെക്കുറിച്ച് പറയുകയാണ്. അദ്ദേഹത്തിനെ വധിച്ച സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കൊല ചെയ്യപ്പെടുന്ന സമയത്ത് അദ്ദേഹം നോമ്പുകാരനായിരുന്നു. അദ്ദേഹം ളുഹർ നിസ്കരിച്ചു. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശത്രുക്കളാ കയറി വരികയാണ്. മഹാനവറുകളെയും തന്റെ കൂടെയുള്ള ആളുകളെയും കൊല്ലുകയാണ്. സുബ്ഹാനല്ലാഹ്, എങ്ങനെയാണ് കൊല്ലുന്നത്? ശത്രുക്കൾ അവരെ വധിച്ചു കളഞ്ഞു എന്ന് മാത്രമല്ല, ചരിത്രം രേഖപ്പെടുത്തുകയാണ് അവരുടെ മേൽ തീ കൊണ്ടുവരുന്നു, തീ കൊണ്ട് അഗ്നിക്കിരയാക്കുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധരായ സ്വാലിഹീങ്ങളായ ആളുകളെ പക്ഷേ അവരെ തീ കൊണ്ട് കത്തിച്ചു നോക്കുന്നു. അവരുടെ കൈ മാത്രം കരിയുന്നില്ല. ശത്രുക്കൾ വന്നിട്ട് ഈ മഹാനേന്ദ്രന്റെ കൂടെയുള്ള ആളുകളെ കരിക്കുമ്പോ അവരുടെ കൈ മാത്രം കരിയുന്നില്ല, ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കരിഞ്ഞു പോകുന്നു. എന്തേ കരിയാത്തത്? അവർ വീണ്ടും തീയിട്ട് നോക്കുന്നു. എങ്ങനെ തീയിട്ട് നോക്കിയാലും എത്ര കൊണ്ടുവന്ന് തീയിട്ട് നോക്കിയാലും ഈ കൈ മാത്രം കരിഞ്ഞു പോകുന്നില്ല. എന്തേ കൈ കരിയാത്ത കാരണമെന്നല്ലേ നോക്കുന്നത്? വന്നു നോക്കുമ്പോഴല്ലേ, കൈ തുറന്നു നോക്കുമ്പോഴല്ലേ അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് മഹാ അത്ഭുതം വരെ കണ്ടുപോകുന്നത്. എന്താണ് അത്ഭുതമെന്നല്ലേ? കൈ തുറന്നു നോക്കുമ്പോൾ മുത്തുനബിയുടെ തിരുകേശങ്ങളുണ്ടവിടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുകേശങ്ങളുള്ള ഒരൊറ്റ കാരണമുണ്ട്. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും കരിഞ്ഞുപോയെങ്കിലും ഈ കൈയിലുള്ള തിരുകേശം കാരണമായിക്കൊണ്ട് കൈ മാത്രം കരിഞ്ഞു പോകുന്നില്ല. നിഷേധിക്കാൻ കഴിയോ? നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? നമ്മൾ പറഞ്ഞ റസൂലുള്ളാഹിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കേശമാണെങ്കിലും കരിഞ്ഞു പോകും. അടുത്ത നിങ്ങൾ കിതാബല്ലേ ചോദിച്ചതിനോട്? ആ കിതാബ് വായിക്കുന്നത്, അറബി വായിക്കാൻ എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ, എനിക്കറിയില്ല, നിങ്ങൾക്കറിയില്ല, അറിയുന്നവരെ കടന്നുവാ. നിങ്ങൾക്ക് പറയുന്നത് വിഭാഗത്തിനും ഇല്ലാന്ന് പറയാം. ഓരോ ദിവസം പറയണം, തെളിവായാലും മറുപടിക്കൊന്നാൽ മറുപടി എങ്ങനെയാണ് ഇത്തിക്കാരെന്ന് പറഞ്ഞു പോകല്ലേ. വിഭാഗത്ത് വായിക്കേ, അപ്പോൾ നിങ്ങൾ മറുപടി പറഞ്ഞിരല്ലേ. എത്ര സംഭവങ്ങൾ ഞാൻ ഒന്നുകൂടി കിടത്തിക്കാം. നോക്കുന്നു, അടുത്ത സംഭവം ഇതാ മറ്റൊരു കിതാബ്. എന്താ സംഭവം എന്നല്ലേ? മഹത്തുക്കളായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുകയാണ്. പൂർവ്വകാലത്ത് ഇതുപോലെ ഒരു മുടിയെക്കുറിച്ച് തർക്കം വരികയാണ്. ആ തർക്കമുണ്ടായപ്പോ സുബ്ഹാനല്ലാഹ് ഒരു രാജാവിന്റെ തിരികേശം എടുത്ത സംഭവമായി നമ്മൾ ചർച്ചയാണ്. കിതാബാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. കിതാബിന്റെ ഇബാറത്തുകൾ ഞാൻ വായിക്കാം. ഒരു മഹാനത തിരികേശങ്ങൾ കൊടുക്കുകയാണ്. ആ മഹാൻ തിരികേശങ്ങൾ കൊടുത്തു, രാജാവിന് കൊടുത്തു. രാജാവ് ആ തിരികേശങ്ങൾ വാങ്ങുന്നു. രാജാവിന് കൊടുത്തപ്പോ രാജാവിന് സന്തോഷമായി. ഈ കൊടുത്ത ആളെ അക്ഷരമഹോ രാജാവ് ബഹുമാനിക്കുകയാണ്. രാജാവിനല്ലാത്ത സന്തോഷമായി ഇവിടെ തിരികേശമാണല്ലോ ലഭിച്ചിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, കൊടുത്ത ആൾ തിരിച്ചു പോകുന്നു. ദിവസങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ദിവസങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വരുമ്പോ ആദ്യം ആലിമീങ്ങളെ കണ്ട രാജാവ് ആലിമീങ്ങളെ കാണുമ്പോൾ ബഹുമാനിച്ചിരുന്ന രാജാവ്, സാദാത്യങ്ങളെ കണ്ടാൽ ബഹുമാനിച്ചിരുന്ന രാജാവ്, പിന്നീട് തിരികേശം കൊടുത്താൽ തിരിച്ചു വന്നപ്പോ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നതെന്ന് മാത്രമല്ല, സാധാരണ ആലിമീങ്ങളേറെ ബഹുമാനിക്കുന്ന രാജാവ് ഈ ആലിമിനെ കണ്ടപ്പോ, തിരികേശം കൊടുത്താളെ കണ്ടപ്പോൾ ബഹുമാനിക്കുന്നില്ല, അദ്ദേഹത്തെ കണ്ടപ്പോൾ മുഖം തിരിച്ചു കളയുകയാണ്. ഈ മഹാൻ വിഷമമായി. ഈ മഹാൻ രാജാവിനോട് കാരണം ചോദിച്ചു, എന്റെ പണ്ടൊക്കെ വന്നാണ് ബഹുമാനിച്ചിരുന്നെന്ന്, ഇപ്പോൾ എന്റെ മുഖം തിരിച്ചു കളയാൻ കാരണമെന്താ? രാജാവിന്റെ മറുപടി കേട്ടോ, എന്നോട് ചില ആളുകൾ പറഞ്ഞു, നിങ്ങൾ തന്നെ കേസുന്നുണ്ടല്ലോ,
ഈ കേശങ്ങൾ നിങ്ങൾ അസറില്ലാത്ത, സനദില്ലാത്ത, അടിത്തറയില്ലാത്ത കേശങ്ങൾ തന്നെ പറ്റിച്ചാളല്ലേ. അതുകൊണ്ടാണ് നിങ്ങളെ കണ്ടപ്പോ സാധാരണ ആലിമ്യങ്ങളെ കണ്ടാൽ ബഹുമാനിക്കുന്ന ഞാൻ മുഖം തിരിച്ചു കളയാൻ കാരണം. അപ്പൊ എന്താ ഈ മഹാൻ പറഞ്ഞത്? ഞാൻ തന്നാൽ സ്വീകരിച്ചേ പറ്റൂ, സനദ് ചോദിച്ചുകൂടാ, അടിസ്ഥാനം ചോദിച്ചുകൂടാ, കത്തിക്കാൻ പറ്റുമോ, നേരുണ്ടോ എന്ന് ചോദിക്കാൻ പാടില്ല എന്നാണോ മഹാൻ പറഞ്ഞത്? അല്ല, കിതാബാണ് ഞാൻ വായിക്കുന്നത്, കിതാബാണ് വഴി. നിങ്ങളെപ്പോലെ വല്ലതും പറഞ്ഞ് രക്ഷപ്പെടുകയില്ല, കിതാബ് കൊണ്ടുവന്നിട്ടാണ് ഞാൻ വായിക്കുന്നത്. എന്റെ മഹാൻ ചെയ്ത് ഞാൻ വായിക്കാം. ഈ മഹാരാജാവിനോട് ഞാൻ തന്ന തിരികേശങ്ങൾ തിരിച്ചു തരാൻ ആവശ്യപ്പെടുകയാണ്. ആ കേശങ്ങളൊന്ന് തിരിച്ചുകൊണ്ട. സുബ്ഹാനല്ലാഹ്, ആ കേശങ്ങൾ തിരിച്ചു കൊണ്ടുവരികയാണ്. ആ മഹാൻ പറയുന്നതിന് കുറച്ച് തീയും കൊണ്ടുവാ, കുറച്ച് തീയും കൊണ്ടുവാ. ഇവിടെ ചോദിച്ചില്ലേ എവിടെയാ കത്തിച്ചത്? കേട്ടോ, കിതാബാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. എനിക്ക് വായിക്കാൻ അറിയില്ലെങ്കിലും നിങ്ങൾക്ക് വായിക്കാമല്ലോ, കിതാബുള്ള സംഭവമാണല്ലോ. ആ മഹാൻ പറയുന്നു രാജാവിനോട് ആവശ്യപ്പെടുകയാണ്, കുറച്ച് തീ കൊണ്ടുവരാൻ പറയുന്നു. സുബ്ഹാനല്ലാഹ്, തീ കൊണ്ടുവരുന്നു. തീ കൊണ്ടുവന്നപ്പോൾ എന്തേ ചെയ്തത്? നിങ്ങളെ പൊന്മളെന്തേ പറഞ്ഞത്? റസൂലുള്ളാഹിന്റെ തിരികേശം തീയിലേക്കിട്ടാൽ കത്തിപ്പോകുന്നതാണ്. കേട്ടോ, കിതാബിന്റെ ജില്ലയാണ് വായിക്കുന്നത്. എന്തേ ഉണ്ടായത്? തീ കൊണ്ടുവന്നു. ഈ മഹാനം ചെയ്തു. ആ തിരികേശങ്ങളെ തീയിൽ കൊണ്ടുപോയിടുകയാണ്. സനദില്ലാത്ത, അസയില്ലാത്ത മുടിയാണെന്ന് രാജാവ് പറഞ്ഞപ്പോൾ ഈ മഹാൻ പറഞ്ഞു തീ കൊണ്ടുപോവാ. തീ കൊണ്ടുവന്നപ്പോ ആ കേശങ്ങൾ വാങ്ങിയിട്ട് തീയിലേക്കിടുകയാണ്. തീയിലേക്കിട്ടപ്പോ പൊന്മള പറഞ്ഞ ശരിയാണെങ്കിൽ എന്തേ ചെയ്യേണ്ടത്? കത്തിപ്പോകണ്ടേ? കത്തിച്ചാമ്പലായി പോകണ്ടേ? ഉണ്ടായോ? ഉണ്ടായില്ലോ. തീയിലേക്കിട്ടപ്പോ അത് കത്തിയിൽ നിന്ന് മാത്രമല്ല, അതാകുന്നു അശ്വനമിന്മാനത്ത് എങ്ങനെയാണോ മുമ്പുണ്ടായിരുന്നത് അതിനേക്കാൾ ഭംഗിയിൽ, അതിനേക്കാൾ പ്രകാശപൂരിതമായി മാറുകയാണ്. ഏത് പൊന്മ പറഞ്ഞല്ലേ? കത്തിച്ചാൽ കത്തുമെന്നല്ലേ പറഞ്ഞത്? കിതാബാണ് ഞാൻ വായിക്കുന്നത്. നിങ്ങളെപ്പോലെ തൊള്ളത്തിൽ പറഞ്ഞു പോവുകയല്ല, മഹത്തുക്കൾ പറയുന്നു. തീയിലേക്കിട്ടപ്പോൾ കരിയിൽ നിന്ന് മാത്രമല്ല, അതായത് എങ്ങനെയാണോ മുമ്പുണ്ടായിരുന്നത് അതിനേക്കാളും ഉണ്ടായി. എസ്എസ്എഫുകാരാ, നിന്നെ ഞാൻ ആക്ഷേപിക്കുന്നില്ല, നിന്നെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ ജാതി സാധനങ്ങൾ കൊണ്ടുവരുമാനേക്കുന്നത് എസ്എസ്എഫിന്റെ ആൾക്കാർ ഇവിടെ സ്വാഗതം പറഞ്ഞ ആൾക്ക് തലക്കെട്ട മുരിയാണല്ലോ. കിതാബ് തിരുവനന്തപുരം പറഞ്ഞത് വാ ഒന്ന് വായിക്കേ, നിങ്ങൾ ഇല്ലെങ്കില്ലാന്ന് പറയാം, ഇല്ലെങ്കില്ലാന്ന് പറയാം, ധൈര്യം കിടന്നു. ഞാൻ മഴയാണ് പ്രശ്നമുണ്ടോ? കുറവിട്ടുതരാം. എസ്കസ് ഒരു കൊടന്ന് പിടിച്ചിരിക്കും, വല്ലതുണ്ട് കറന്നു തരട്ടെ. കിതാബ് വായിച്ചു കൊടുക്കും. എനിക്ക് വായിക്കണമില്ലെന്ന് പറഞ്ഞു നിങ്ങൾ വായിക്കും. എന്നിട്ട് വായിച്ചിട്ട് പറയും ഞാൻ പറഞ്ഞതുപോലല്ല ഇതിന് അർത്ഥം പറയാം. ഞാൻ 3 കിതാബോട് ഉദ്ധരിച്ചു കഴിഞ്ഞു. 3 കിതാബിനെ ഉദ്ധരിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. നിങ്ങൾ കിടന്നു എന്തെങ്കിലും പറഞ്ഞു പോകല മറുപടി തന്നാൽ ഞങ്ങൾ കഴിഞ്ഞവരിൽ ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ മാന്യമായി പറഞ്ഞു വെറുതെ പറഞ്ഞു പോവുകയാണ്. അങ്ങനൊന്നുമില്ല, ഇമാമിങ്ങളിൽ വെച്ച് കിട്ടുകയാണ്. അതുകൊണ്ട് ഞാൻ കിതാബ് എടുത്തു വന്നത്. കടന്നുവാ നിങ്ങൾ കടന്നുവാ. ഇവിടെ സ്വാഗതം പറഞ്ഞ ആൾക്കാർ വല്ല വലയക്കത്തിൽ എത്തിയിട്ട് ഞങ്ങൾ ഇത്ര ഓദിക്കുന്നത് പറഞ്ഞ ആൾക്കാരല്ലേ, ഇവിടെ നാട്ടുകാരല്ലേ? കടന്നുവാ, ഒന്ന് വായിക്കേ, എന്നിട്ട് പറയാം അങ്ങനെ കിതാബ് ഇല്ലാന്ന് പറയാം. അതല്ലെങ്കിൽ എനിക്ക് അർത്ഥം വെക്കാൻ അറിയില്ലെന്ന് ഇവിടെ പറഞ്ഞത് ഞാൻ അർത്ഥം വെച്ച് തെറ്റാണ്, അതിന്റെ അർത്ഥം ഇങ്ങനെയാണെന്ന് പറയാൻ ധൈര്യമുള്ള വളരെ സത്വരമായി കടന്നുവാ. അതല്ലെങ്കിൽ മറ്റേ സക്കാബി അടുത്ത ആട്ടല്ലേ, ഒന്ന് ഫോൺ വിളിച്ചു വരുത്തി ഞാൻ കാത്തിരിക്കാം. അത് വരട്ടെ എന്തെങ്കിലും പറഞ്ഞു പോക്കാം. നോക്ക്, നിങ്ങൾ തിരികേശമല്ലെന്ന് തർക്കം വന്നപ്പോ അത് കത്തിക്കുകയാണ്, കത്തിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു എന്ന് പറയാൻ കഴിയുമോ? കിതാബുകളാണ് ഉദ്ധരിക്കുന്നത്. അതല്ലെങ്കിൽ പിന്നെ മുജാഹിദിനെ പോലെ പറഞ്ഞോളി അതൊക്കെ വാറോലയാണ് പറഞ്ഞത്. അവനെ എളുപ്പുണ്ട് ഒരുപാട്. മുജാഹിദ് പറയും പോലെ പറഞ്ഞാൽ അത് വാറോലയാണ്. എന്തൊക്കെയാണ് ഈ സാധുക്കൾ പറഞ്ഞു പോയത്? അല്ലാഹുവിന്റെ റസൂൽ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരികേശം കത്തിപ്പോകുന്നത്രേ. അതിന് കാരണം പറഞ്ഞെന്താ? മുഇസ്സത്ത് മുറിഞ്ഞുപോയി. ആര് പറഞ്ഞു അങ്ങനെ? എന്നിട്ട് അതിനിടക്കകൾ പറഞ്ഞത് പൊന്മളക്കങ്ങനെ വാദല്ലാന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിലില്ലേ? നിങ്ങൾക്കെന്നെ പറയാൻ കഴിയോ?
പൊന്മളക്കാണ് വാദമില്ലാന്ന്. പൊന്മളക്ക് വാദമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എത്തിക്കാന്റെ ഇബാറത്തുണ്ടെന്ന് പറഞ്ഞത്? പൊന്മളക്കങ്ങനെ മൊയ്സത്ത് മുറിഞ്ഞു പോകും, ഖുർആൻ മാത്രമേ ശേഷിക്കുള്ളൂ എന്ന് വാദമില്ല എങ്കിൽ എന്തിനാണ് പിന്നെ എത്തിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തടിതപ്പാസം നടത്തിയത്? അപ്പൊ ഒന്ന് ചവിട്ടി പിടിക്കാം. പൊന്മളക്ക് വാദമുണ്ടോ? എന്നല്ല, ഉണ്ടോ? എന്നുണ്ട്. എന്തിനാണ് സഹോദരായി തട്ടിപ്പെടുത്തി ജീവിക്കാൻ നോക്കുന്നത്? പറഞ്ഞ് ജീവിച്ചൂടെ? എന്നിട്ട് പറഞ്ഞെന്താ മൊയ്സത്ത് മുറിഞ്ഞു പോകും എന്നൊക്കെ ഇത്തിക്കാലിലുണ്ട്. എന്താ ഇത്തിക്കാൽ പറഞ്ഞത്? പഠിക്കണം. ഇത്തിക്കാൽ പറഞ്ഞതിനെ ആലിമിനെ പറഞ്ഞിട്ടല്ലേ, വിശദീകരിച്ചിട്ടില്ലേ? അതെന്താണോ പറഞ്ഞത്? അത് ഞാൻ പറഞ്ഞുതരാം. ഇത്തിക്കാന്റെ ഇബാറത്തുള്ളതാ, അത് നമ്മൾ പറഞ്ഞുതരാം. എന്താണോ പറഞ്ഞത്? ഇത്തിക്കാന്റെ ഇബാറത്തോട് വായിച്ചിട്ടില്ലല്ലോ. ഉണ്ടെന്ന് പറഞ്ഞിട്ട് തലയപ്പോ സുമർത്തല്ലേ ഇത്? ആ ഇബാറത്തുള്ളതാ, അത് ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഇത്തിക്കാൽ പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മൊയ്സത്ത് വഫാത്തോട് കഴിയുന്നത്രേ മഹാബല്ലാഹ്. വഫാത്തോടെ കഴിഞ്ഞുപോയി എന്ന് പറയുന്നത് എത്ര ഗുരുതരമാണ്. ഞാൻ ചോദിക്കട്ടെ, ആലിമീങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടില്ലേ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പോലും മുത്തനബിയെ കുറിച്ച് പറഞ്ഞെന്താ? വസല്ലല്ലാഹു അമലക്കും റസൂലുഹു അല്ലാഹു ശേഷം കാണുന്നതാണ്, അല്ലാഹു കാണുന്നതാണ് അമലക്കും നിങ്ങളുടെ പ്രവർത്തനത്തെ, അല്ലാഹുവിന്റെ റസൂലും കാണുന്നതാണ്. ഇവരെന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള പ്രത്യേകത മരണത്തോടെ കഴിഞ്ഞു. അപ്പൊ ഈ ആയത്തോ നമ്മുടെ പ്രവർത്തനങ്ങളെ മുത്തനബി കാണുമെന്നാണ് ഖുർആൻ പറയുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങളെ മുത്തനബി കാണുമെന്നാണ് ഖുർആൻ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ സഖാഫി, എന്റെ പ്രിയപ്പെട്ട സഹോദര, ഞാൻ ചോദിക്കട്ടെ, ഈ ആയത്ത് നിങ്ങൾ പറഞ്ഞ ആശയത്തിന് വിരുദ്ധമല്ലേ? ഇനി കേട്ടോ, അടുത്ത ഹദീസ് കേട്ടോ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഹയാത്തി ഖൈറുൽ ലക്കും, എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്. വഫാത്തി ഖൈറുൽ ലക്കും, നിങ്ങളുടെ മരണവും നിങ്ങൾക്ക് ഖൈറാണ്. തുഅറദു അലൈഹി അഅമാലുക്കും, നിങ്ങളെന്ത് ചെയ്താലും നിങ്ങളുടെ പ്രവർത്തനമൊക്കെ എന്റെ മേൽ ഒഴിവാക്കപ്പെടുന്നതാണ്. ഇത് ജീവിതകാലത്തേക്ക് മാത്രം ബാധകമാണോ? ഇപ്പൊ നമ്മൾ ചെയ്യുന്ന അമലുകൾ റസൂലുള്ളാഹിക്ക് വെളിവാക്കുന്നില്ലേ? പന്മ അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞ ശരിയാണെങ്കിൽ പന്മയുടെ ന്യായവാദത്തെ അംഗീകരിച്ച താങ്കളോട് ഞാൻ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂല് നമ്മുടെ പ്രവർത്തനം ഇപ്പോൾ കാണുന്നില്ലേ? എന്താ റസൂൽ പറയുന്നത്? നിങ്ങളുടെ അമലുകളൊക്കെ എന്റെ മേൽ ഒഴിവാക്കപ്പെടുന്നു. ഞാൻ ചോദിക്കട്ടെ സഖാഫി, ഇപ്പൊ റസൂലുള്ളാഹി നമ്മുടെ പ്രവർത്തനം കാണുന്നുണ്ടോ ഇല്ലേ? നിങ്ങൾ പറഞ്ഞെന്താ മരണത്തോടെ മുറിഞ്ഞു, അപ്പൊ റസൂലുള്ളാഹി നിങ്ങളുടെ പ്രവർത്തനം കാണുന്നില്ല. മുജാഹിദിന്റെ വാദല്ലേ ഇത്? ഇത് വഹാബിസമല്ലേ? ഇനി കഴിഞ്ഞോ കഴിഞ്ഞില്ല, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ച് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേക പറഞ്ഞിട്ട് കാണാം, ഇന്നല്ലാഹ റമഅൽ അർളി അൻ തുകുല അജ്സാദൽ അംബിയാ, ഇന്നല്ലാഹ നിശ്ചയമായിട്ടും അല്ലാഹു തആല ഹറമ അലൽ അർളി, ഭൂമിയുടെ മേൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു, അൻ തുകുല അജ്സാദൽ അംബിയാ, അമ്പിയാക്കന്മാരുടെ ശരീരം ഒരിക്കലും തന്നെ ഭൂമി ഭുജിക്കുകയില്ല, ഭൂമി തിന്നുകയില്ല. ഇവർ പറഞ്ഞ റസൂലുള്ളാഹിന്റെ പ്രത്യേകത ജീവിതകാലത്തേക്ക് മാത്രമാണ്. അപ്പൊ മരണാനന്തരം റസൂലുള്ളാഹിന്റെ ശരീരം ജീർണിച്ചുപോയി പറയേണ്ടി വരില്ലേ? ഇത് ജമാഅത്ത് ഇസ്ലാമി പഠിപ്പിച്ചതല്ലേ? ജമാഅത്ത് ഇസ്ലാമിയല്ലേ വാദം പറഞ്ഞത്? ജമാഅത്ത് ഇസ്ലാമിയല്ലേ വാദം തന്നെ പഠിപ്പിക്കുന്നത്? ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനം നോക്കൂ നിങ്ങൾ. പ്രബോധനത്തിൽ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിനെ മറവ് ചെയ്യാൻ കാരണമെന്താ? അത് പുറത്തു വെച്ചാൽ ജീർണിക്കുന്നതാണ്, ജീർണിച്ച് ദുർഗന്ധം അടിച്ചു വീശുന്നതാണ്. അത് വഹിക്കാൻ ഉൾക്കൊള്ളാൻ പുറത്തുള്ള ആളുകൾക്ക് കഴിയില്ല. അതുകൊണ്ടാണ് മുത്തുനബിയെ മറവ് ചെയ്തത്. ഇതേ വാദമല്ലേ ഇപ്പൊ ഇവരും പറയുന്നത്? എന്ത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തോടൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, ഈ ഹദീസിന് എന്തർത്ഥം വെക്കും? എന്തർത്ഥം വെക്കും? ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു. നിങ്ങൾ ബഹുമാനപ്പെട്ട മുല്ലാലി അൽഖാരി റഹ്മത്തുള്ളാഹി ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു. നിങ്ങൾ ഇന്നല്ലാഹ ഹറമ അലൽ അർളി എന്ന് പറഞ്ഞാൽ ഐ മനഅഹ മൻഅൻ കുല്ലിയ അൻ തൽഖുൽ അജ്സാദൽ അംബിയാ ഐ ജമീഅ അജ്സാഇഹിം.
അമ്പിയാക്കന്മാരെ ശരീരം മണ്ണ് തിന്നില്ല എന്ന് പറഞ്ഞാൽ, ഭൂമി തൊടൂല എന്ന് പറഞ്ഞാൽ അത് ഭൂമി തൊടൂല എന്ന് മാത്രമല്ല, എല്ലാം നടക്കും. അത് കത്തില്ല, അതൊന്നും സംഭവിക്കൂല. എല്ലാ നിലക്കും അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിന് അല്ലാഹു പരിപൂർണമായ സംരക്ഷണം നൽകിയെന്നാണ് ഇതിനർത്ഥം. അല്ല മണ്ണിൽ പോയി ജീർണിക്കണമെന്ന് മാത്രമല്ല, പുറത്തു വെച്ചാലും ജീർണിക്കൂല, കത്തിച്ചാൽ കത്തൂല, ഒന്നും സംഭവിക്കില്ല. എന്നിട്ട് പറയുന്നു നിങ്ങൾ, എന്നിട്ട് മഹാനായ മുല്ലാലിക്കാരി റഹ്മത്തുള്ളാഹി പറയുന്നു, അത് കേവലം ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തിന് മാത്രമല്ല, മഹാനവർ രേഖപ്പെടുത്തുകയാണ്, റസൂലുള്ളാഹി തങ്ങളുടെ ശരീരം ജീർണിക്കുകയില്ലെന്ന് പറഞ്ഞാൽ, അതല്ലെങ്കിൽ നശിക്കുകയില്ലെന്ന് പറഞ്ഞാൽ, ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് മാത്രമല്ല, ശരീരത്തിന്റെ മുഴുവൻ ഭാഗവും ഒരു ഭാഗത്ത് പോലും ജീർണിക്കുകയില്ല, ഒരു ഭാഗം പോലും നശിച്ചു പോവുകയില്ല, അത് കത്തിച്ചാൽ കത്തുകയില്ല, എന്ത് ചെയ്താലും സംഭവിക്കുകയില്ല. അവിടെ അത് ജീവിതകാലമെന്നോ മരണാനന്തരമെന്നോ ഒരു വ്യത്യാസവും ഇല്ല. പന്മദ്ദൽക്കാരും ശ്രീ പറഞ്ഞതോ ജീവിതകാലത്തേക്ക് മാത്രം മതമാണ്. കിതാബുകൾ പറയുന്നതോ ഫലാ ഫർഖ ഫിൽ ഹാലൈൻ, അത് ജീവിതകാലത്തൊന്നുമില്ല, മരണാനന്തരമൊന്നുമില്ല. കാരണം എന്താ അറിയോ, ഈ ഹദീസിന്റെ രേഖപ്പെടുന്ന കാണാൻ സാധിക്കും. ഈ ഹദീസിന്റെ ചരിത്ര പശ്ചാത്തലം തന്നെ എങ്ങനെയാ, ഈ ഹദീസിന്റെ സംഭവം എങ്ങനെയാ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്റെ പേര് സലാത്ത് അലയ്യ, എന്റെ പേരിൽ നിന്ന് സലാത്ത് അധികരിപ്പിക്കണം യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസത്തിൽ. കാരണം നിങ്ങളുടെ സലാത്തുകൾ എനിക്ക് വെളിവാക്കപ്പെടും. കാന്തപുരത്താരിപ്പോ എന്താ പറയാ, പൊന്മണ്ണ ആൾക്കാരിപ്പോ എന്താ പറയാ, ഇപ്പൊ സലാത്തിലിട്ടൊന്നും കാര്യമില്ല, അത് ജീവിതകാലത്തേക്ക് മാത്രം ബാധകമാണ്. മരിച്ചോടെ കഴിഞ്ഞല്ലേ, മുറിഞ്ഞുപോയില്ലേ പറയണ്ടല്ലേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോ സഹാബി ചോദിക്കുകയാണ്, അബ്ദുർദാരെന്ന് ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞു നബിയേ ഞങ്ങൾ സലാത്ത് ചൊല്ലിയാൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞത് അത് ജീവിതകാലത്തേക്ക് മാത്രമാണോ നബിയേ? പൊന്മളയെപ്പോലുള്ള ആളുകൾ വരുമെന്ന് മനസ്സിലാക്കി സഹാബത്തിന് സംശയമുണ്ടായിട്ടല്ല, ഭാവിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ വരുമല്ലോ, അവരുടെ തെറ്റിദ്ധാരണ തിരിച്ചു കൊടുക്കണം നിനക്ക്. മഹാനായ അബൂദർദാറിലാണ് ചോദിച്ചു നബിയെ, അങ്ങയുടെ വഫാത്തിന്റെ ശേഷം ഈ പ്രത്യേകതയുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉണ്ട്. മരണാനന്തരവും നിങ്ങൾ എന്റെ പേര് സലാത്തിൽ കഴിഞ്ഞാൽ ആ സലാത്തിന്റെ പേര് ഒഴിവാക്കപ്പെടുന്നതാണ്. ഇത് വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. നിങ്ങൾ മഹത്തുക്കളായ പണ്ഡിതന്മാർ വീണ്ടും രേഖപ്പെടുത്തുന്നു. എന്താ പണ്ഡിതന്മാർ പറയുന്നത്? പണ്ഡിതന്മാർ പറയുന്നു, നോക്കൂ നിങ്ങൾ, എന്തേ അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം, പരിശുദ്ധമായ ശരീരം ജീർണിക്കുകയില്ല, ഭൂമി തിന്നുകയില്ല എന്ന് പറയാൻ കാരണം എന്താ? റസൂലുള്ളാഹി തങ്ങളുടെ പരിശുദ്ധമായ ജസദ് ശരീഫ് അത് നൂറും, അത് പ്രകാശമാണ്. പ്രകാശമാണെങ്കിലോ അതിന് മാറ്റം വരികയില്ലല്ലോ. റസൂലുള്ളാഹി തങ്ങളുടെ തിരുകേശം, തിരുശരീരം അത് പ്രകാശമാണ്, അതിന് മാറ്റമുണ്ടാവുകയില്ല. അത് ഒരു നിലക്കും മണ്ണ് തിന്നില്ലെന്ന് മാത്രമല്ല എല്ലാ നിലക്കും അത് ജീർണിക്കുകയോ അതിനൊന്നും സംഭവിക്കുകയില്ല. എന്ത് പറയാണ്ട് ഞാൻ ഇന്ന് ഫുള്ള് കിതാബ വായിക്കുന്നത്. എന്ത് പറയണ്ടേ? ഇനി മറുപടിക്കുക, എന്നിട്ട് പറ, അങ്ങനെ കിതാബിനല്ലെങ്കിൽ എല്ലാം പറയാം. അല്ലെങ്കിൽ എപ്പാരെങ്കിലും പറഞ്ഞേക്കെ ഞാൻ കിതാബ് കൊടുക്കാം, അവരൊന്ന് വായിക്കട്ടെ, എന്നിട്ട് പറയട്ടെ ഞാൻ വായിച്ചത് ശരിയല്ല, ആ ഇബാറത്ത് തെറ്റാണ്, അർത്ഥം തെറ്റാണ്. എന്താണ് കേൾക്കുന്നത്? ഇനി നോക്കൂ നിങ്ങൾ, മഹത്തുക്കളായ പണ്ഡിതന്മാർ പ്രത്യേകതകൾ പറയുകയാണ്. മഹത്തുക്കളായ പണ്ഡിതന്മാർ കിതാബിന്റെ താളുകളിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകത എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടുവരുന്ന. സുബ്ഹാനല്ലാഹ്, എത്ര പ്രത്യേകതയാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പണ്ഡിതന്മാർ കൽപ്പിച്ചിട്ടുള്ളത്. അതൊക്കെ ജീവിതകാലത്തേക്ക് മാത്രമാണോ? അതൊക്കെ ജീവിതകാലത്തേക്ക് മാത്രമാണ് ബാധകമാകുക. എന്തൊരു പൊട്ടത്തരമാണ് ഇവർ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്തേക്ക് മാത്രമാണോ ഈ പ്രത്യേകതകൾക്ക് ബാധകമാകുക? ഇവർ മുത്തുനബിയെ നിന്ദിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറയുന്നു, ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശത്തിന് ഇപ്പോൾ ഒരു പ്രത്യേകതയും ഇല്ലേ?
പന്മൾ അബ്ദുൽ ഖാദർ മുസ്ലിം പറഞ്ഞ് ജീവിതത്തോടെ കഴിഞ്ഞു, മരണാനന്തരല്ല. ഞാൻ ചോദിക്കുന്നു, അടുത്ത വരവിന് നിങ്ങൾ മറുപടി പറയണം. തിരികേശത്തിന് ഒരു പ്രത്യേകതയല്ലേ? കാന്തപുരത്തിനോടക്കട്ടെ, കാന്തപുരത്തിന്റെ കയ്യിലോടെ ഇരിക്കട്ടെ. ഇപ്പൊ ശരിയായിട്ട് റസൂലുള്ളാഹി തന്റെ തിരികേശമാണെന്ന് ബോധ്യപ്പെട്ടതിനെ കുറിച്ചാണ് ചർച്ച. അതിലേക്ക് തന്നെ ഒരു പ്രത്യേകതയുമില്ല എന്നവരെ വാദം വരുന്നത്. അപ്പോൾ കത്തിച്ചാൽ കത്തും, തോർച്ചടിച്ചാൽ നേലുണ്ടാകും. അതിന്റെ മേൽ മധുരം പുരട്ടിക്കഴിഞ്ഞാലോ ഉറുമ്പുകൾ, പ്രാണികൾ അതിന്റെ മേൽ അരിക്കും. ഇങ്ങനെയാണോ നിങ്ങളുടെ വാദം? അങ്ങനെയാണെങ്കിൽ എനിക്ക് അടുത്ത കിതാബ് ഉദ്ധരിക്കാറുണ്ട്. നിങ്ങൾ പറയണം, അടുത്ത വരവിൽ വാ, വന്നിട്ട് പറയേ ഇല്ല ഒരു പ്രത്യേകതയില്ല ഇല്ലെന്ന് പറയാൻ ഇൻഷാ അല്ലാഹ് ഞാൻ അപ്പോൾ ബാക്കി കിതാബ് ഉദ്ധരിക്കാം. ഞങ്ങൾക്കൂടെ ഉദ്ധരിക്കാനുണ്ട്. ഞാൻ അന്ന് കഴിഞ്ഞ വരവിന് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പരിശുദ്ധമായ തിരുകേശത്തിന് നേരില്ല. നിങ്ങളുടെ പേരോട് പറഞ്ഞു ഉണ്ടാവാതിരിക്കാൻ. എന്റെ സഖാഫി വന്നപ്പോ ഉണ്ടാകുന്നതിനെ കുറിച്ച് വല്ലതും മുണ്ടിയോടെ ഞാൻ ചോദിച്ചില്ലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന തിരുകേശമാണോ? ആ തിരുകേശത്തിന് നേരുണ്ടാവുകയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു കാന നൂറാ. മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുകയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നെല്ലുണ്ടാവില്ല, നേരുണ്ടാവുകയില്ല. കാരണം മുത്തുനബി പ്രകാശമാണ്. ഞാൻ കഴിഞ്ഞവരൊന്നും ഉദ്ധരിച്ചില്ല ഇവിടെ. എന്തേ ഉണ്ടായിരുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞറിയോ, നേലുണ്ട് എന്ന്. നേല് നോക്കി പരിശോധിക്കാമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളെ സുന്നി വയസ്സിലുണ്ട്, നിങ്ങളെ സുന്നി വയസ്സിന്റെ കയ്യിലുണ്ട്. ആ സുന്നി വയസ്സിൽ പഴയ കാലത്ത് പരിശോധിച്ചൊട്ടേറെ സംഭവങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഈ മഴയാറൊന്നും കയറ്റായിരുന്നു. സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, എല്ലാതും ഉണ്ട്. ഞാൻ പറയട്ടെ, വല്ല SSFിന്റെ കയറുന്നു, അതിന് മഴയൊന്നും പ്രശ്നമില്ല. വല്ലവരുടെ കയറുന്ന കിതാബാണെങ്കിൽ കിതാബ്, നിങ്ങളെ പുസ്തകമാണെങ്കിൽ പുസ്തകം എന്തുണ്ടാവാം. കാര്യമാ സക്കാഫി അടുത്തടുത്തുണ്ടല്ലോ, തൊട്ടപ്പുറത്തുണ്ടല്ലോ. ചിലപ്പോ ക്ലാസ് കൂടി കേട്ടോണ്ടിരിക്കണ്ടാവും, സക്കാഫിക്കും വരാം. കാര്യമാ. അല്ല, നാളെ സ്റ്റേജ് വെച്ചിട്ട് കിതാബ് വായിക്കാൻ കിട്ടൂല, ഇബാറത്ത് അറിയില്ല, അർത്ഥം അറിയില്ല. ഞാൻ വായിച്ച ഇബാറത്ത് ചിന്ത പറയേണ്ടത് എന്ത് പറയാണ്ട്? നിങ്ങളെ സുന്നി വയസ്സിന്റെ കയ്യിലുണ്ട്, നിങ്ങളുടെ പൂങ്കാവനത്തിന്റെ കയ്യിലുണ്ട്. ആ സുന്നി വയസ്സിൽ പറയുന്നില്ലേ, ഇതുപോലെ മുടിയെക്കുറിച്ച് തർക്കമുണ്ടായപ്പോ എന്തേ ചെയ്തത്? അക്കാലഘട്ടത്തിൽ എന്തേ ചെയ്തത്? ഒരുപാട് മാർഗങ്ങൾ സ്വീകരിച്ചു. ആ സ്വീകരിച്ച മാർഗങ്ങളെ കൂട്ടത്തിൽ ഒരു മാർഗമല്ല, ഒന്ന് കത്തിച്ചു നോക്കലായിരുന്നു. ഇതൊക്കെ ഞങ്ങളെ കയ്യിലുണ്ട്. സാധനം വെറുതെ ഞങ്ങളമാർക്ക് ഫോട്ടോസ്റ്റാറ്റ് എന്നുള്ള ഒറിജിനൽ സാധനമാണ് ഇതൊക്കെ. ഇങ്ങോട്ട് വാ, കടന്നു വാ. ഏതായാലും അറബി വായിക്കാറില്ല, ഇത് മലയാളമാണ്. ഒന്നുകൂടി ഇതിൽ പറയുന്നു എന്തേ ഉണ്ടായത്? ഹസ്രത്ത് ബാൽ കാശ്മീരിലത്തെ കഥ എന്ന് പറഞ്ഞിട്ട് ഇതിൽ പറയുന്നു, കാശ്മീരിലെ പള്ളിയിൽ ആ മുടിയന്റെ കഥയെക്കുറിച്ച് പറഞ്ഞപ്പോ ഇങ്ങനെ മുടിയെ കൊണ്ടുവന്നപ്പോ തർക്കമുണ്ടായി. അത് റസൂലുള്ളാഹിന്റേതാണോ അല്ലേ? തർക്കമുണ്ടായി. അപ്പൊ തർക്കത്തിന്റെ പരിഹാരത്തിന് മറുമാർഗമെന്താ? റസൂലിന്റെ പുണ്യവേഷം അദ്ദേഹം സൂര്യപ്രകാശത്തിന് അഭിമുഖമായി വെക്കുന്നു. ഇത് റസൂലുള്ളാഹിന്റേതാണോ അല്ലേ തർക്കം വന്നപ്പോ ഔറംഗസീബ് ചെയ്ത പണി എന്താ? തിരികേശം കൊണ്ടിട്ട് സൂര്യപ്രകാശം നേരെ ഇങ്ങനെ കാണിച്ചു. അപ്പോഴോ കേട്ടോളൂ, മറ്റു വസ്തുക്കൾക്കുണ്ടാകുന്നത് പോലെ നേൽ അതിന് ദൃശ്യമായില്ല. മറ്റു വസ്തുക്കൾക്കുണ്ടാകുന്നത് പോലുള്ള നേല് ഇതിന് ദൃശ്യമായല്ലേ? ഇതിന് അല്ലാഹു റസൂലിന്റെ തിരികേശത്തിന് സുബ്ഹാനല്ലാഹ് സൂര്യപ്രകാശത്തിന് നേരെ വെക്കുമ്പോൾ നേരുണ്ടാകുന്നില്ല, കഴിഞ്ഞില്ല. പിന്നീട് അദ്ദേഹം പുണ്യകേശം തീയിൽ കാണിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, തീയതിനെ സ്പർശിക്കുക പോലും ചെയ്തില്ല. ഇത് കിതാബിന് പറഞ്ഞു വരണ്ട, ഇത് നിങ്ങളെ മലയാള പുസ്തക. എന്ത്? ഔറംഗസീബിന്റെ കാലഘട്ടത്തിൽ ഇതുപോലെ മുടിയെക്കുറിച്ച് തർക്കമുണ്ടായപ്പോ സുബ്ഹാനല്ലാഹ് തീയിൽ കൊണ്ടുപോയിരുന്നു. തീയിട്ടപ്പോ കത്തുന്നില്ല. കഴിഞ്ഞില്ല. ഒരു ചെറുക്കീടം പോലും അതിനടുത്തേക്ക് വന്നില്ല. ഇതെല്ലാം അക്ഷുദ്ധിവാനായ ഔറംഗസീബ് ഇത് അജ്മീർ ശരീഫ് സൂക്ഷിക്കാൻ ഉത്തരവിട്ടു. അപ്പൊ ഔറംഗസീബ് വലിയ മഹാനല്ലേ? ആ മഹാനവകൾ ഒരു കേശത്തെക്കുറിച്ച് തർക്കമുണ്ടായപ്പോൾ ചെയ്ത പണി എന്താ? 3 പണി ചെയ്തു. 1, സൂര്യപ്രകാശം മുന്നിൽ വെച്ച് നോക്കി നേരുണ്ടോ നോക്കി. 2, തീയിൽ കൊണ്ടുപോയിട്ട് കത്തുന്നുണ്ടോ നോക്കി. 3, മധുരം പുരട്ടി വെച്ചു. ഉറുമ്പുകൾ, മറ്റുള്ള പ്രാണികൾ അരിക്കുന്നുണ്ടോ നോക്കി. 3ലും ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അത്ഭുതത്തോടുകൂടെ സ്വീകരിക്കുകയും അജ്മീർ ഷരീഫിൽ കൊണ്ടുപോയി വെക്കുകയും ചെയ്തു. ഇത് നിങ്ങളെ പുസ്തകമാണ്.
ഇത് നിങ്ങളെ പുസ്തകമാണ്, എന്ത് പറയാനുണ്ട്? എന്നാലോ നിങ്ങളെ പേരോടുസ്താദ് എന്താ പറഞ്ഞത്? പേരോടുസ്താദ് ആദ്യം പറഞ്ഞെന്തറിയോ? അദ്ദേഹം സെൻസിംഗ് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? ആദ്യം ഇവരുടെ സിറാജ് പത്രത്തിൽ ലേഖനം വന്നു. നിങ്ങളെ ചിമ്മിനികളൊക്കെ ആ സിറാജ് പത്രത്തിൽ ലേഖനം എന്താ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിക്ക് നേലുണ്ടാവാ. ആ നിലയ്ക്ക് ലേഖനം വന്നപ്പോൾ പേരോടിനൊരു ചോദ്യം. എന്താ ചോദ്യം? പേരോടിന് ചോദിച്ചു, സിറാജ് പത്രത്തിൽ അങ്ങനെ ലേഖനം വന്നിട്ടുണ്ടല്ലോ. കേട്ടോളൂ, ഞാൻ വായിക്കാം. ഈ വിഷയത്തിൽ OM തരുവണ സിറാജ് പത്രത്തിന്റെ ലേഖന പരമ്പര ചെയ്യുന്നല്ലോ, അതിൽ മുടിക്ക് നേലുണ്ടാവില്ല എന്നത് യുക്തിവാദമാണ്. ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ തിരികേശത്തിന് നേലുണ്ടാവില്ല എന്നുള്ളത് യുക്തിവാദമാണ്. എന്താണ് ആ പറഞ്ഞതൊക്കെ? യുക്തിവാദമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ തിരികേശത്തിന് നേലുണ്ടാകുമെന്നുള്ളത് യുക്തിവാദമാണ്. ഇത് പേരോടദ്രമാ സഖാഫി അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലിറങ്ങിയ പുസ്തകമാണ്. ഇതെങ്കിലും ഒന്ന് വായിച്ചു നോക്കണ്ടേ? എന്താ അതിൽ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വങ്ങൾ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് എത്ര ഭംഗിയായിട്ടാണ് ഇത് വർണ്ണിച്ചിരിക്കുന്നത്. അൽ-ഫല്ലലിഫ് എന്ന് പറയുന്ന ലോകപ്രശസ്തമായ ആ കാവ്യത്തിന്റെ പരിഭാഷയിലെ പുസ്തകം. ഈ പുസ്തകത്തിൽ പറയുന്നുണ്ടാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൂമിയിൽ കത്തിജ്വലിക്കുന്ന സൂര്യൻ പോലെയാണ്. സൂര്യന് നേലുണ്ടാവില്ലല്ലോ, തങ്ങളുടെ തിരുദേഹത്തിൽ നേലുകളില്ല, അത് സദാ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേലുണ്ടാകില്ല എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. എന്നാൽ സിറാജ് പത്രത്തിൽ ചെയ്യേണ്ട നേലുണ്ടോ എന്ന് പരിശോധിക്കൽ യുക്തിവാദമാണ്. അപ്പൊ പേരോടിന് ചോദിച്ചു, അങ്ങനെ സിറാജിലുണ്ടല്ലോ, മറുപടി കിട്ടുള്ളൂ. നിബിത്തങ്ങളുടെ മുടിക്ക് നേലുണ്ടാകാമോ? അതിന് മറുപടി ഒരു ലേഖന പരമ്പര അങ്ങനെ വന്നിട്ടുണ്ടാവാം. സിറാജിൽ വന്നതിനെ കുറിച്ച് ഉറപ്പിച്ചു പറയാൻ വയ്യ, ഇവിടെ വന്നിട്ടുണ്ടാകാം. നീ കേട്ടുള്ളൂ, നേലുണ്ടായിട്ടില്ല, അതൊരു മുഅ്ജിസത്താണ്. പേരോട് സമ്മതിക്കാം. അപ്പൊ അടുത്ത ചോദ്യം, മുടി ശരീരത്തിൽപ്പെട്ടതല്ലേ? ശരീരത്തിന് നേലില്ല എന്ന് പറഞ്ഞപ്പോൾ അടുത്ത വീണ്ടും ചോദ്യം, മുടിയും ശരീരത്തിൽപ്പെട്ടതല്ല, അപ്പൊ അതിനും നേലുണ്ടാവില്ലല്ലോ എന്നൊക്കെ ചോദ്യം വന്നപ്പോൾ മറുപടി, അയാൾ പറഞ്ഞതിന്റെ അർത്ഥം തിരികേശത്തിന് നേരില്ല എന്നത് മുടിക്ക് നേരാതാണെന്നില്ല. ശരീരത്തിന് ഇല്ലാച്ചിട്ട് മുടിക്ക് ഇല്ല എന്നർത്ഥമല്ല. പിന്നെ മുടി എവിടെ പെട്ടതാ? ഞാൻ പറഞ്ഞില്ലേ, ഇവർക്കൊക്കെ ഈ മുടിയുള്ള തലല്ലാത്ത സാധനങ്ങളാണ്. എന്നത് പറയുന്നത് റസൂലുള്ളാഹിന്റെ തിരുശരീരത്തിന് നേരില്ല. ആ തിരുശരീരം എന്ന് പറഞ്ഞേതാ? തിരുശരീരം എന്ന് പറഞ്ഞേതാ? ഈ നേലിനെ കുറിച്ച് ചർച്ച നടത്തൊക്കെ പണ്ഡിതന്മാരെങ്കിലേ മുത്തനബിയുടെ എല്ലാ ഭാഗങ്ങളും പ്രകാശമാണ്. എന്നിട്ട് ഇയാൾ പറയാ ശരീരത്തിനില്ല എന്നതുകൊണ്ട് മുടിക്കില്ല എന്ന് കിട്ടുന്നില്ല. കേട്ടോളൂ, മുടിക്ക് നേരില്ലാതാകണമെന്നില്ല, അത് നിർബന്ധവുമില്ല. ഉണ്ടാകുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശത്തിന് നേരുണ്ടാവാം, ഉണ്ടാവാകാതിരിക്കാം. ഞാൻ സഖാഫിയോട് ചോദിക്കുന്നത്, സുന്നത്ത് ജമാഅത്തിന്റെ വാദമാണോ? ഇത് സുന്നത്ത് ജമാഅത്തിന്റെ ആശയമാണോ? എന്നാൽ ഇത് പറഞ്ഞ പേരോട് നേതാവിനെ തെറ്റിയപ്പോൾ പേരോട് ഒന്നുകൂടി കാമറച്ചോട്ടി. എന്താ പേരോട് പറഞ്ഞത്? റസൂലുള്ളാഹിന്റെ ചിലപ്പോൾ നേലുണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അള്ളാന്റെ റസൂലിന് തന്നെ നേലുണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. എന്താണ് ഇതൊക്കെ പറയുന്നത്? ഇതല്ലേ ഞങ്ങളോട് ചോദിക്കുന്നുള്ളൂ? ഇത് പ്രശ്നം ഉണ്ടാക്കലാണോ? ഞങ്ങളുടെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഇല്ലാത്തതോരോന്ന് പറഞ്ഞുണ്ടാക്കുമ്പോ അരുതെന്ന് സഹോദര, അരുത്. ഇതല്ലേ ഞങ്ങൾ പറയുന്നുള്ളൂ? ഇത് പ്രശ്നമാണോ? എന്നിട്ട് അയാളുടെ പ്രശ്നമാക്കി സൃഷ്ടിക്കുക. അയാളിങ്ങനെ പള്ളിക്കത്ത് ഉസ്താദ് ഇവിടുത്തെ പ്രശ്നത്തിന്റെ ആളാണ്. മുപ്പര് എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? അയാൾ എന്തിനാണ് ഖത്തീബിനോട് പറയുന്ന കേട്ടത്തോളം ഈ സക്കാഫി ശമ്പളം കൊടുക്കുന്നത്? മൂപ്പര ശമ്പളത്തിലെ ഷെമീ പൈസയോട് ജോലി ചെയ്യണത് എന്താറേ മൂപ്പര കരച്ചില്. ഞങ്ങളിവിടെ പള്ളിക്കപ്പിനോട് സഹകരിക്കുന്ന ആൾക്കാരാണ്, എല്ലാം ഞങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ഇപ്പത്തെ മൂല്യര് ശരിയില്ല. ഞങ്ങൾ ഈ മൂല്യര് ഒന്നുകൊണ്ട് അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്. അതിനിടയ്ക്ക് പറഞ്ഞു ഞങ്ങൾ 89 തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ മൂല്യം നിങ്ങളിവിടെ 89 നോക്കണോ? വൈരുദ്ധ്യം വരുമ്പോ ആലോചിക്കേണ്ട ഇതൊക്കെ ക്ലിപ്പാവുന്നുള്ളത്. ഇൻഷാ അല്ലാഹ് ഞാനതൊക്കെ പിന്നീട് ഇവിടെ വന്ന് ഓരോന്നും ക്ലിപ്പിട്ടും കളിപ്പിക്കാം.
ഇയാളെ പൊട്ടത്തരങ്ങൾ ഒരുപാട് കേൾക്കാണ്ട് ഞാനൊക്കെ കട്ടി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊന്ന് ഞങ്ങള് കിളിരാനിലേക്ക് വരും. കുറെ നമുക്ക് അവിടുന്ന് കേൾക്കാം. അവിടെ ഈ സാധനം ഒന്ന് പോയിട്ടുള്ളത്. ഇപ്പൊ വേറെ ആരുമില്ല, ഈ സാധു ഒറ്റക്ക. വഹാബ് ഇടക്കൊക്കെ ഒന്ന് വരും, പിന്നെ മുമ്പ് വഴിക്കാണില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ ഇപ്പം ഇങ്ങോട്ട് നീട്ടിക്കൊണ്ടാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളൊക്കെ ഈ മഴയും കൊണ്ട് നിൽക്കുമ്പോൾ എന്റെ സാഹചര്യം ഞാൻ മനസ്സിലാക്കി ഇപ്പൊ നീട്ടുന്നില്ല. എല്ലാം കിതാബ് വെച്ചന്നെ. ഇവരെ പുസ്തകം തന്നെ ഇഷ്ടം പോലെ. നിങ്ങൾ ആ എമ്മന്റെ പുസ്തകത്തിലേക്ക് എന്തൊക്കെ പറഞ്ഞറിയോ? ഇവരെ അടിച്ചിറക്കത്തിൽ വായിക്കണമ്പോഴല്ലേ ഇവരടിച്ചിറക്കല്ലേ? വലിയ പുസ്തകം ഇറക്കിയപ്പോഴാ വായിച്ചോടുന്നത് എന്താവുന്നത്? വേറെ മുടി ഉണ്ടാകുന്ന നമ്മുടെ തലയിൽ എന്തൊക്കെ കയറ്റി കൂട്ടണം, അപ്പോൾ ബോധം ഉണ്ടാവുള്ളൂ. നിങ്ങൾ വരി, അടുത്ത വരണ്ട് വാ, തെറ്റിക്കാൻ നിബാർത്ത് വായിക്കാം. അപ്പൊ ഞാൻ അതിനോട് പറഞ്ഞുതരാം, ഓരോന്നോരോന്നും പറഞ്ഞുതരാം. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞതിനെ കുറിച്ച് മറുപടി പറയാം. ആദ്യം പറയാം, ഞങ്ങൾ ഈ പറഞ്ഞ ഓരോ വിഷയത്തെക്കുറിച്ചൊന്ന് പറയാം കേട്ടോ. മറ്റേ സക്കാഫിനെ കൊണ്ടുവന്നു. സുബ്ഹാനല്ലാഹ്, ഞാൻ നിൽക്കുന്ന പള്ളിന്റെ ഭാഗത്തൊക്കെ എന്നിട്ട് ഭയങ്കര അനൗൺസ്മെന്റ്. മുസ്തഫ അഷ്റഫിക്ക് റഷീദ് സക്കാഫ് ഏലംകുളം തിരുവാങ്കൂർ മറുപടി പറയുന്നു. ഞാനിവര് സീഡിയോടുന്ന് കേട്ടോക്കുമ്പോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ദുആ മാത്രമേ ഉള്ളൂ. അപ്പൊ ദ്വാക്ക് വെറും വലിയ സൂഫിയായി മുപ്പറില്ല, ഔലിയാക്കളോ നേതാവില്ലേ, മുപ്പര് ഷെയ്ഖിനായിട്ടൊന്ന് ദ്വാരക്ക പോകത്തിനുള്ളൂ, മറുപടിയൊന്നുമില്ല. സമ്പാദത്തിനെ മറുപടി മുമ്പ് കഴിഞ്ഞില്ല. ഞങ്ങൾ എടുത്തുന്ന തിരുവാങ്ങുന്നുണ്ടെങ്കിലും വല്ലതും പറയുന്നു, മുമ്പരും ഉണ്ടാട്ടില്ല. അപ്പൊ എന്താ, ഈ സാധുവിനെ പിരിവെടുത്ത് വിട്ടിക്ക. ഇത് നമ്മൾ ഈ കടയിനൊക്കെ വാങ്ങിക്കുന്ന പാവുണ്ടല്ലോ, ആ പാവനെ പറയുന്നത് തിരിപ്പിച്ചെടുത്ത് മുമ്പരിങ്ങനെ കുറെ ചാടിച്ചാടികൾ പോയിക്കോളൂ. ആ ചാട്ടം തന്നെ ഉള്ളൂ, വേറൊന്നും കഴിയില്ല. ഉണ്ടെങ്കിൽ വാ, ഞാൻ എത്ര സ്ഥലത്ത് വിളിച്ചിട്ടുണ്ട്. ഇവിടെയല്ല, തിരുവനന്തപുരത്തല്ല, കേരളത്തിന്റെ എത്ര ഭാഗങ്ങളിൽ ഈ സാധുവിനെ പറഞ്ഞു. എന്തിനാ 2 ദിവസം വരുന്നത്? രണ്ടാൾ ഒരു ഭാഗത്തുള്ളവരില്ലേ, ഒരു കാറിൽ വരാ, നമുക്ക് രണ്ടാൾക്കും നേരത്തെ വിശ്വസിക്കാം. ധൈര്യം കാണിച്ചിട്ടുണ്ടോ? എന്നിട്ട് തീരുമാനിക്കുക കിതാബ് തിരിയില്ലെന്നൊക്കെ. ആളില്ല പോസ്റ്റിൽ ഗോളടിച്ച് പോലുള്ള സക്കാഫി ധൈര്യം എന്ന് പറയുന്നത് കളിക്കാൻ ഇറങ്ങിയവ 2 വട്ടം ഒരുമിച്ച് ബന്ധിക്കുക. എന്നിട്ട് നോക്കിയേക്കാം, എന്തെങ്കിലും പറഞ്ഞു പോകലല്ല. ഞാനതായാലും ഇൻഷാ അല്ലാഹ് ഇപ്പൊ നിർത്തുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് മറ്റന്നാ വെള്ളിയാഴ്ച കിളിരാനിൽ വെച്ചുകൊണ്ടുണ്ട്. നിങ്ങളൊക്കെ അങ്ങോട്ട് വരിക. ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ വെച്ച് പറയാം. ഇവിടെ ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ നമുക്ക് ഇവർ വെക്കട്ടെ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, ബാക്കി എല്ലാതും അദ്ദേഹം പറഞ്ഞ ഓരോ വിഷയങ്ങളും, ഞാൻ അദ്ദേഹം പറഞ്ഞ് പ്രസംഗിച്ചതൊക്കെ ഓരോന്നും ചർച്ച വെച്ചിട്ടുണ്ട്. ഒന്നിടും അതിന് മറുപടി. അയാൾ ചെയ്തമാതിരിക്ക് എന്തെങ്കിലും പറഞ്ഞ മറുപടിക്ക് എന്നെ കിട്ടില്ല. ഓരോന്നൂടെ കേൾപ്പിക്കും, അതിന് മറുപടി ഇൻഷാ അല്ലാഹ് ഞാൻ പറയും. അദ്ദേഹം ഇനിയും വരട്ടെ, അദ്ദേഹം വരണം. നമ്മുടെ ആഗ്രഹം അങ്ങനെയാണ്. അദ്ദേഹം തന്നെ വരട്ടെ. എന്നിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ചർച്ചയിൽ കടക്കാം. SSBയോട് നമ്മൾ കഴിഞ്ഞ വരവിന് പറഞ്ഞപ്പോൾ പറഞ്ഞ അതൊക്കെ ഇപ്പോഴും ശേഷിക്കുകയാണ്. സംവാദത്തിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ശേഷിക്കുകയാണ്. ഞാൻ എന്താ പറഞ്ഞോ, ആ സംവാദത്തിന് ഞങ്ങളില്ല. ഏ സംവാദത്തിന് മുടി, അത് മുണ്ടാൻ കഴിയില്ല, അത് പറയാൻ കഴിയില്ല, ഉറപ്പ്. അപ്പോൾ ആ സംവാദത്തിന് ഞങ്ങളില്ല. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് പറയാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ലത് പറയാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നുവരെ ഈ മഴയാണെങ്കിൽ നമ്മൾ പരിപാടി വെച്ചത്, അതല്ലെങ്കിൽ നാളെ പറഞ്ഞു നടക്കും മുസ്തഫ അഷ്റഫി മുങ്ങി, ഷമീർ ഫൈസി മുങ്ങി, ഇതൊക്കെ പറയേണ്ടായിരിച്ചിട്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പരിപാടി വെച്ചിട്ടുള്ളത്. നിങ്ങളൊക്കെ സഹകരണങ്ങൾ, ഇത്രയും ശക്തമായ മഴയുണ്ടായിട്ടും നിങ്ങളൊക്കെ ഇവിടെ തടിച്ചുകൂടിയതിൽ നിങ്ങൾക്കൊക്കെ സംഘാടകരുടെ വിളിക്കാൻ ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുക. ആയുള്ള സമയമാണല്ലോ, ഉത്തരം കിട്ടുന്ന സമയമാണ്, മനസ്സിലാക്കി. ഇപ്പോ നമ്മളിവിടെ പറഞ്ഞു, ഈ കിതാബൊക്കെ ഞാൻ വായിച്ചപ്പോ പറഞ്ഞു, ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ കടന്നു വരാൻ ചോദിക്കാം. ഒരാൾ വന്നിട്ടില്ല. ഇനി മറുപടി വെക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഓരോന്ന് ചോദിക്കാൻ ഞങ്ങൾ പ്രവർത്തകന്മാർ കയറി വരും. ഞാൻ പറഞ്ഞു കേട്ടാ മതി എന്ന് പറഞ്ഞു പോകാൻ നിൽക്കരുത്. അതിന് ധൈര്യം കൊണ്ട് വന്നാൽ മതി. ചോദിച്ചാൽ മറുപടി പറയാൻ കഴിയുന്നവരുടെ പ്രസംഗം വന്നാണ്, അല്ലാത്ത പണിക്കിടക്കണ്ട. ഇതെന്താ മറ്റൊരു പറഞ്ഞു, ഞാൻ എന്ത് പറയാനാണ് കേട്ടോളൂ. അത് നല്ല സുഖമുള്ള ഏർപ്പാടല്ലേ. അതിനൊക്കെ അനൗൺസ്മെന്റ് നടന്ന സഹോദര, പഴയ അനൗൺസ്മെന്റ് ഏർപ്പാടിക്കോ ചോദിക്കോ, എന്നാ പിന്നെ ആരും ചോദിക്കാൻ വരില്ല. അനൗൺസ്മെന്റ് ഇങ്ങനെ ചെയ്ത് പോയാൽ മതി. ഇത് ഗണ്ണന പ്രഭാഷണമാണ്, വിവരം അറിയും. ചോദിക്കാൻ ആള് വരും, മറുപടി പറയാൻ കഴിയെങ്കിൽ പഠിക്കുന്ന മതി. അല്ലെങ്കിൽ നിർത്തിയിട്ട് പഴയ അനൗൺസ്മെന്റിന് പോയിക്കോ. ദിവസത്തിന് കഴിയാന്ന് പറഞ്ഞല്ലോ, അനൗൺസ്മെന്റ് ഫിക്സാണ്, അതിന് പോയിക്കോ നല്ലത്. ഏതായാലും ഇപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയ സഹോദരനോട് സ്നേഹത്തോടെ പറയുന്നു, ഇനി വരികയാണെങ്കിൽ നമ്മുടെ പ്രവർത്തകന്മാർക്ക് ചോദിക്കാനുള്ള അവസരം സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. അതാണ് നാടിന്റെ നന്മക്ക് നിങ്ങൾ സഹകരിക്കണമെന്ന്